ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വബാക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് സ്വബാക്സിൽ KYC വെരിഫൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. KYC വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനാണ് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഇത് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ മൊബൈലിലൂടെയാണ് KYC വെരിഫൈ ചെയ്യുന്നത് എങ്കിൽ ആദ്യമേ തന്നെ പാൻ കാർഡിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ID പ്രൂഫ് ഫോട്ടോ എടുത്ത് മൊബൈലിൽ ആദ്യം സൂക്ഷിക്കുക. അതിനുശേഷം അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ക്യാൻസൽഡ് ചെക്ക് ആകാം, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഫ്രണ്ട് പേജ് ആകാം, അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ആകാം. ID പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് ആധാർ കാർഡോ വോട്ടർ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്താണെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഉപയോഗിക്കാം. നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ആ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പാൻ കാർഡ് ഡീറ്റെയിൽ ആവശ്യപ്പെടുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് വളരെ ചെറിയ കുറച്ച് KB മാത്രം എടുക്കുക. 200 KB താഴെ ആയിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയി അപ്ലോഡ് ആകുകയുള്ളൂ. ഇവിടെ ഞാനൊരു ID ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ KYCയുടെ പേജിലേക്ക് പോകുന്നത്? ഇവിടെ കാണുന്ന ഈ 3 ലൈനുണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പാനൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മാനേജ് KYC എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് KYCയിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ബിഗിൻ യുവർ ID വെരിഫിക്കേഷൻ എന്നൊരു പേജ് കാണിക്കും. ബാങ്കിന്റെ നെയിം എന്താണെന്ന് ടൈപ്പ് ചെയ്യുക, അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം കൺഫേം അക്കൗണ്ട് നമ്പർ. അക്കൗണ്ട് നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ലെറ്റർ പോലും മാറിപ്പോകരുത്, കറക്റ്റ് ആയിട്ടുള്ളത് വേണം. അക്കൗണ്ട് ഹോൾഡറിന്റെ പേരാണ് പിന്നീട് ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേര്. IFSC കോഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോമിനി ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നോമിനി എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശികൾ ആരെങ്കിലും ആണെങ്കിൽ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ആരുടെ പേര് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് പാൻ കാർഡ് നമ്പറാണ്. അതിനുശേഷം പേഴ്സണൽ അഡ്രസ് ഡീറ്റെയിൽസിൽ ലൈൻ നമ്പർ 1 ഇവിടെ നിങ്ങളുടെ വീട്ടുപേര് അല്ലെങ്കിൽ വീട്ടു നമ്പർ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. പിന്നെ ലോക്കൽ ഏരിയ ഏതാണ് അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നാഷണാലിറ്റി ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യ ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നീട് ചെയ്യേണ്ടത് പാൻ കാർഡ് അതിന്റെ ഫോട്ടോസ് ആണ്. ചെറിയ KB വേണം ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. എനി ഡോക്യുമെന്റ് പ്രൂഫ് ID പ്രൂഫിന് വേണ്ടി ഏതായാലും ഫോട്ടോ ID പ്രൂഫ് ഏതായാലും കൊടുത്താൽ മതി. ക്യാൻസൽഡ് ചെക്ക്, പാസ്ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫ്രണ്ട് പേജ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ക്ലിയർ ആണ് എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണിത്. അതിനുശേഷം ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ. ഈ 3 ഡോക്യുമെന്റ്സും ഇവിടെ ഒന്നിച്ച് ഓരോന്നോരോന്നായിട്ട് ആദ്യം പാൻ കാർഡാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഇതേ ഓപ്ഷൻ തന്നെ വീണ്ടും കാണിക്കും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീണ്ടും കാണിച്ചു തരാം. അതിനുശേഷം ഇത് 3 അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നതിലാണ് ഇവിടെ ആദ്യം ടച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം വേണം ഇത്. ഇവിടെ അപ്ലോഡ് ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ച് കാണിക്കും. ഞാൻ ഇവിടുന്ന് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നതിൽ വീണ്ടും ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തതിന് ശേഷം ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ഏത് വേണമെങ്കിലും കൊടുക്കുക. ഞാൻ ഇവിടുന്ന് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ ഞാൻ ഓരോരുത്തരുടെ മൊബൈലിൽ വേറെ സെറ്റിംഗ് ആയിരിക്കും. ഇവിടെ ഞാൻ ഡൺ എന്നതിൽ ഇവിടെ ടച്ച് ചെയ്തു. ഇപ്പോൾ 2 ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ആയിട്ട് കാണാം. മൂന്നാമതായിട്ട് വീണ്ടും അഡ്രസ് പ്രൂഫിന് വേണ്ടി ഞാൻ വോട്ടർ ID കാർഡിന്റെ ഇമേജ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് വോട്ടർ ID കാർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം അതും ഡൺ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇത് രണ്ടിലും നമ്മൾ ടിക്ക് ഇടുക. ടിക്ക് ഇട്ടതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ KYC അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണിക്കും. ഇതാണ് നമ്മുടെ KYC അപ്ഡേറ്റ് ആകുന്നത്. ഡാറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും മാനേജ് അക്കൗണ്ടിൽ ടച്ച് ചെയ്യുക. മാനേജ് അക്കൗണ്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം വ്യൂ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്യുക. വ്യൂ പ്രൊഫൈലിൽ പോകുമ്പോൾ നമ്മളവിടെ കൊടുത്തിരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ KYC വെരിഫൈ ചെയ്യുക. കാരണം അതായത് നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആണ് കമ്പനി പേയ്മെന്റ് തരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡാറ്റ നിങ്ങളുടെ കാണേണ്ടതായിട്ടുണ്ട്. ഇനിയും ഇതോടൊപ്പം തന്നെ വീണ്ടും എങ്ങനെയാണ് നമ്മുടെ ലൈബ്രറി ആക്സസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുകൂടെ ഇവിടെ മനസ്സിലാക്കുക. ലൈബ്രറി ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഈ മുകളിൽ കാണുന്ന നമ്മുടെ പേര് ഇവിടെ കാണിക്കും. അതിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, അതിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ താഴേക്ക് ഓപ്പൺ ആകും. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ, സപ്പോർട്ട്, ഗോ ടു ഡിജിറ്റൽ ലൈബ്രറി എന്ന് കാണിക്കും. ഇവിടെ ഡിജിറ്റൽ ലൈബ്രറിയിൽ എന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്
നമ്മൾ ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പേര് കാണിക്കുന്ന താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അതിൽ നിന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നമുക്ക് കാണിക്കും ഗോ ടു മെമ്പർഷിപ്പ് ക്ലബിലേക്ക്. അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരും. റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഇത് റെഫറൽ ലിങ്ക് ആണ്. നിങ്ങളുടെ സ്പോൺസറിന്റെ ID കാണുന്നതിന് വേണ്ടി ഇവിടെയാണ് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്കിത് കാണാൻ പറ്റും. അതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ഇന്ന് സ്ക്രോൾ ചെയ്താൽ മതിയാകും. വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. KYC വെരിഫൈ ചെയ്യുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു പ്രൊജക്റ്റാണ്, ലൈഫ് ലോങ് നിൽക്കേണ്ട പ്രൊജക്റ്റാണ്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇതിനകത്തുനിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. ഡയറക്റ്റ് കമ്മീഷനും കൂടാതെ വളരെ നല്ലൊരു പാസീവ് ഇൻകം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, നല്ല പോലെ പണം ഉണ്ടാക്കുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.